ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാട്ടിലെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇന്നും വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷനായിട്ടാണ് ഇത്. ട്യൂസ്ഡേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ നമ്മുടെ സോപാനത്തിലൊക്കെ വന്നിരിക്കുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ നാത്തൂൻ ഇതുപോലെ എനിക്ക് ചായയൊക്കെ ഇട്ടുകൊണ്ട് തന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഭയങ്കര മഴയായിരുന്നു കേട്ടോ. നമുക്ക് ആ സമയത്ത് ശരിക്കും നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ഒരുപാട് സ്ഥലത്തൊന്നും പോകാനായിട്ട് പറ്റിയില്ല. ഹസ്ബൻഡ് വലിയ പ്ലാനൊക്കെ ഇട്ടിട്ടാണ് വന്നത്. പക്ഷേ മഴ കാരണം നമുക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ പോയായിരുന്നു. അപ്പോൾ രാവിലത്തെ ആ മഴയത്ത് ആ സോപാനത്തിലിരുന്ന് ചായ കുടിച്ചപ്പോഴത്തേനും ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇതുപോലൊരു ക്ലൈമറ്റും ഇങ്ങനെ ഒരു വൈബൊക്കെ നമുക്ക് നാട്ടിൽ വരുമ്പോൾ മാത്രമാണ് കിട്ടുന്നത്, പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെ പുറത്തൊക്കെ താമസിക്കുന്നവർക്ക്. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണിയാണ് ചെയ്യുന്നത്. കേരള സ്പെഷ്യൽ ബിരിയാണിയാണ്. അപ്പോൾ എനിക്കത് ഞാനങ്ങനെ അധികം ഉണ്ടാക്കിയിട്ടില്ല. ഞാനത്ര എക്സ്പേർട്ടും അല്ല. അപ്പോൾ അമ്മ നന്നായിട്ട് ഇത് ചെയ്യും. അപ്പോൾ അമ്മ അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സവോളയൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പകുതി ആയപ്പോഴത്തേനാണ് കേട്ടോ കിച്ചണിലേക്ക് വന്നത്. പിന്നെ ഇത് ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ്റെ പീസസൊക്കെ മാറിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അമ്മ. അപ്പോൾ അച്ഛൻ രാവിലെ എഴുന്നേറ്റ് 6 മണിയൊക്കെ ആയപ്പോഴത്തേന് തന്നെ അച്ഛൻ പോയിട്ട് ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ ഇതിനിടയിൽ അമ്മ റൈസൊക്കെ വെച്ചു. ഞാൻ തന്നെയാണ് മിക്സ് ചെയ്തൊക്കെ കൊടുത്തത്. ഇതിൻ്റെ കറക്റ്റ് ഭാഗമൊക്കെ അമ്മയ്ക്ക് അറിയാവുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ കഴിക്കുന്ന സമയത്ത് ഇത് പ്ലേറ്റിലേക്ക് വിളമ്പി വെച്ചപ്പോഴത്തേനും വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയതായിരുന്നു. കാരണം എല്ലാവരും കൂടി ഉള്ളത് കൊണ്ടില്ലേ, ആ തിരക്കിനിടയിൽ വീഡിയോ എടുക്കുന്ന കാര്യം തന്നെ മറന്നു പോകും. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും ഹസ്ബൻഡ് ഒന്ന് പുറത്ത് പോയിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മേലെയുള്ളൊരു ചായക്കടയിൽ പോയിട്ട് പുള്ളി അവിടെ നിന്ന് കുറച്ച് പഴംപൊരിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചായിരുന്നു വൈകുന്നേരം. പിന്നെ നാട്ടിൽ പോയിട്ട് മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഫുഡ് അടി തന്നെയായിരുന്നു. പിന്നെ വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേനും സന്ധ്യയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ എൻ്റെ വീടിന് അടുത്ത് തന്നെ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സമ്മർ വെക്കേഷൻ സമയത്ത് വരുന്ന ഫെസ്റ്റാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ പോയി. അപ്പോൾ കുറച്ച് പർച്ചേസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഗരം മസാലയൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബാഗ് മേടിച്ചു. ബാഗ് എനിക്കും അമ്മയ്ക്കും ഓരോന്ന് വെച്ച് വാങ്ങി. പിന്നെ ഈ ഇതുപോലത്തെ കൊച്ചു കൊച്ചു സ്റ്റാളുകൾ കാണുമ്പോഴത്തേനും നമ്മൾ എത്രയൊക്കെ നമ്മുടെ മൈൻഡ് കൺട്രോൾ ചെയ്തിരുന്നാലും നമ്മൾ പെണ്ണുങ്ങളുടെ സ്വഭാവം അറിയാമല്ലോ, നമുക്ക് പെട്ടെന്ന് നമ്മുടെ കണ്ണ് അങ്ങോട്ടേക്ക് പോവും. പിന്നെ ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ ആയിട്ട് കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് കൂട്ടി ആമയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് കൂടുതലായിട്ടും വാങ്ങിയത് കേട്ടോ. പിന്നെ ഈ സ്നാക്സൊക്കെ കണ്ടപ്പോഴത്തേനും എനിക്ക് വീഡിയോ പെട്ടെന്ന് എടുക്കാനായിട്ട് തോന്നിയതാണ്. അപ്പോൾ നമ്മൾ പണ്ട് ഇങ്ങനെ മണ്ടയ്ക്കാട് ക്ഷേത്രത്തിൽ ഇതുപോലെ ഉത്സവത്തിന് പോകുമ്പോഴത്തേനും അവിടെ ഇതുപോലെ പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ഓർമ്മയാണ് എനിക്ക് പെട്ടെന്ന് ഈ പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന കണ്ടപ്പോഴത്തേനും തോന്നിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോഴത്തേനും അവിടെ ഇതുപോലെ ഫുഡ് സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എറണാകുളത്തുള്ള കുറച്ച് അമ്മച്ചിമാർ നടത്തുന്നൊരു കുടുംബശ്രീയുടെ ഒരു യൂണിറ്റിൻ്റെ ഒരു കടയുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ പഴംപൊരിയും ബീഫും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് മേടിച്ചു. പിന്നെ അച്ഛനൊക്കെ ചന്ന മസാല മേടിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്ന് ഇറങ്ങി. ഭയങ്കര മഴയാണ്. നന്നായിട്ട് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ, അതായത് വെനസ്ഡേ ആണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഹസ്ബൻഡ് എന്നെയും കൊണ്ട് നടക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നാട്ടിൽ പോയി ആഹാരമൊക്കെ കഴിച്ച് വയറൊക്കെ ഇങ്ങനെ ചാടി നിൽക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും എന്നെയും കൊണ്ട് നടന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെയുള്ള കുറച്ച് കാണാൻ ഭംഗിയുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്, അപ്പോൾ അതുവഴി പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പോൾ ശരിക്കും ഈ സ്ഥലം കാണുമ്പോഴത്തേനും എനിക്ക് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എഡിറ്റ് ചെയ്യാൻ എടുത്ത സമയത്താണ് എനിക്ക് ഭയങ്കരമായിട്ട് നൊസ്റ്റാൾജിയ വരുന്നത്. ശരിക്കും ആ സ്ഥലം നേരിട്ട് കണ്ടപ്പോൾ പോലും എനിക്ക് അത്രയ്ക്കും തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞ് തോടുണ്ടല്ലോ, ഇത് പണ്ട് ഞാൻ 2ലും 3ലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഇത് വലിയ തോടായിരുന്നു. ഇപ്പോൾ കാടൊക്കെ കയറി സംരക്ഷിക്കാതെ ഇങ്ങനെ ആയിപ്പോയതാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ അന്ന് തുണിയൊക്കെ കഴുകുന്നതും കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. പണ്ട് അമ്മയും ഞാനും അനിയനും എല്ലാവരും കൂടി വന്നിട്ട് ഇവിടെ വന്ന് ഞങ്ങൾ കുളിക്കാറുണ്ട്, ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ചേർന്നിട്ട്. അപ്പോൾ പഴയ കുറേ ഓർമ്മകളിലേക്ക് എന്നെ കൊണ്ടുപോയി വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് എടുത്തപ്പോഴത്തേനും. പിന്നെ അങ്ങനെ ഹസ്ബൻഡിന് ഇതൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്കൊന്നും ഇവരിവിടെയാണല്ലോ ജനിച്ച് വളർന്നതൊക്കെ, അതുകൊണ്ട് തന്നെ അവർക്കിതൊന്നും അധികം കാണാൻ പറ്റാഞ്ഞതുകൊണ്ട് പുള്ളിക്കും ഭയങ്കര സന്തോഷം തോന്നി.
പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളി ഇതുപോലെ വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി. അപ്പം ഞാൻ പറയുമായിരുന്നു അതിൽ അഴുക്കൊക്കെ ഉള്ളതാണ്, കൈ കൊണ്ടൊന്നും തുടരുതെന്നൊക്കെ പറഞ്ഞതാണ്. കാരണം ഇപ്പോൾ അങ്ങനെ സംരക്ഷിക്കാനൊന്നും ആളില്ലല്ലോ അതിൽ, അതുകൊണ്ടാണ്. പിന്നെ അവിടെ ഒരു കദളിച്ചെടി നിന്നു, അത് കണ്ടിട്ട് പാട്ടൊക്കെ പാടിയതാണ്. അങ്ങനെ ശരിക്കും കണ്ടിട്ടും മതി വരാത്ത കുറേ കാഴ്ചകളായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ നാട്ടിലുള്ളവർക്ക് അധികം ഇതിൻ്റെ ഒരു ഇത് മനസ്സിലാകത്തില്ലായിരിക്കും. നിങ്ങൾ വിചാരിക്കും അയ്യോ ഇതിനാണോ ഇത്രയ്ക്കും ഭയങ്കരമായിട്ട് പറയുന്നതെന്നൊക്കെ. പക്ഷേ ഞങ്ങളെപ്പോലെ പുറത്ത് വന്ന് താമസിക്കുന്നവർക്ക് വല്ലപ്പോഴും ഇതൊക്കെ കാണുമ്പോഴത്തേനും ഭയങ്കര ഒരു അത്ഭുതം, അതുപോലെ തന്നെ കുറേ അധികം നല്ല ഓർമ്മകളും കുറേ നൊസ്റ്റാൾജി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. പിന്നെ മഴ നമ്മൾ ശരിക്കും ആസ്വദിക്കാൻ നമുക്ക് വലിയ മഴയൊക്കെ ആകുമ്പോഴത്തേന്, ഇപ്പോഴത്തെ മഴയൊക്കെ വെള്ളപ്പൊക്കം പോലുള്ള സംഭവങ്ങളൊക്കെ ആണല്ലോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ മഴയുടെ ഭംഗി ആസ്വദിക്കാനായിട്ട് നമുക്ക് പറ്റുന്നത് ഇതുപോലെ ചാറ്റൽ മഴയത്താണല്ലേ. അപ്പം ഞാനും ഇതുപോലെ മഴ നന്നായിട്ട് ആസ്വദിക്കുന്ന ഒരാളാണ്. ഇവിടെ ചെന്നൈയിൽ പോലും മഴ വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പുറത്ത് പോയി നിന്ന് നോക്കി നിൽക്കാറുണ്ട്. അപ്പോൾ മഴ നമുക്ക് എല്ലാവർക്കും ഒരു വീക്ക്നെസ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ മഴയുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പുറത്തൊക്കെ ഞാൻ എപ്പോഴും ഇതുപോലെ സോപാനത്തിലാണ് വന്നിരിക്കാറുള്ളത്. നിങ്ങളുടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അച്ഛൻ്റെ ബർത്ത്ഡേയും അതുപോലെ എൻ്റെ ഫ്രണ്ടിനെ കാണാനായിട്ട് പോയതൊക്കെയാണ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഫ്രണ്ടിനെ കുറിച്ചും പിന്നെ എൻ്റെ നാത്തൂനെ കുറിച്ചും ഒക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛന് ബ്ലെസ്സിങ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻസ് വായിക്കുമ്പോഴും ഒരുപാട് സന്തോഷമാണ്. ഇങ്ങനെ ആമിയും ഇതുപോലെ മഴയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പുറത്ത് വന്നിരുന്ന്. അപ്പോൾ കുട്ടികളെയൊക്കെ നമ്മൾ ചെറുപ്പകാലത്ത് നമ്മൾ നല്ല ഓർമ്മകളിലൂടെ അവരെ ഇങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്കും വലുതാകുമ്പോഴത്തേനും ഓർത്തിരിക്കാനായിട്ട് വലിയ ഏറ്റവും മധുരമായിട്ടുള്ള ഓർമ്മകളായിരിക്കും അല്ലേ. അപ്പോൾ അവൾക്കും ഞാനിങ്ങനെ പുറത്ത് വന്നിരുന്ന് മഴയൊക്കെ കാണാനായിട്ട് അവളോട് പറഞ്ഞു. അങ്ങനെ വന്നിരിക്കുന്നതാണ്. അപ്പോൾ അകത്ത് അമ്മ ഇതുപോലെ വൈകുന്നേര സമയമാണിപ്പോൾ. അമ്മ ഇവിടെ തകൃതിയായിട്ട് കടലപ്പായസം വയ്ക്കുകയാണ്. അപ്പോൾ അച്ഛൻ ഞങ്ങൾ വന്നതിൻ്റെ അന്ന് തന്നെ ചോദിച്ചു എന്ത് പായസമാണ് വേണ്ടതെന്ന്. അപ്പോൾ ശരിക്കും ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, ഞാനും ആമിയും ഹസ്ബൻഡും അധികം അങ്ങനെ മധുരം കഴിക്കുന്ന ആൾക്കാരല്ല. പക്ഷേ എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് മധുരം. എൻ്റെ അനിയൻ്റെ കുഞ്ഞിനും ഭയങ്കര ഇഷ്ടമാണ് പായസമൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ അനിയൻ്റെ വൈഫിന് കടലപ്രഥമനും എൻ്റെ ഹസ്ബൻഡിന് അടപ്രഥമനുമാണ് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ ഇന്നത്തെ ദിവസം കടലപ്രഥമൻ വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വെച്ചതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പായസവും പപ്പടവും ചെറിയ പഴമൊക്കെ മിക്സ് ചെയ്തിട്ട് ഹസ്ബൻഡിന് കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ പുറത്ത് നല്ല അടിപൊളി മഴയാണ്. മഴയത്ത് ഈ നല്ല ചൂട് പായസം പപ്പടവും പഴവും കൂടി മിക്സ് ചെയ്ത് കഴിക്കാനായിട്ടൊരു അടിപൊളി വൈബായിരുന്നു. ട്രിവാൻഡ്രം സ്പെഷ്യലാണ് ഇങ്ങനെ പായസം കുടിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് അടയും കടലയൊക്കെ ഇതുപോലെ മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. രണ്ട് മരുമക്കളുടെയും ഇഷ്ടത്തിനനുസരിച്ച് അമ്മ രണ്ട് വിഭവങ്ങളും ഉണ്ടാക്കി തന്നു. പിന്നെ ഇത് രാത്രി ആയപ്പോഴത്തേനും എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഹസ്ബൻഡ് ഇതിനിടയിൽ പുറത്ത് പോയിട്ട് ഞങ്ങളുടെ വീടിന് അടുത്ത് തന്നെ ഉള്ളൊരു ടൗണിൽ പോയിട്ട് ഡ്രീം കേക്ക് മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല, ഞാൻ ചെന്നൈയിലായിരുന്നപ്പോൾ കഴിഞ്ഞ മാസം ഇതുപോലെ ഞങ്ങൾക്ക് ഡ്രീം കേക്ക് കഴിക്കണം എന്നുള്ള മോഹമായിട്ട് ഇതുപോലെ ഒരു സ്ഥലത്ത് പോയി. പക്ഷേ ശരിക്കും ഇവിടെ കിട്ടിയത് ജാർ കേക്കായിരുന്നു കേട്ടോ. അതിനെയാണ് ഇവിടെ ഡ്രീം കേക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തത്. ഒട്ടും കൊള്ളത്തില്ലായിരുന്നു, ഒട്ടും തന്നെ ക്വാളിറ്റി ഇല്ലാത്ത സാധനമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നാട്ടിൽ പോകുമ്പോഴത്തേനും മേടിക്കണമെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഞാനത് മറന്നുവെങ്കിലും ഹസ്ബൻഡ് അത് ഓർമ്മിച്ച് വെച്ചിട്ട് മേടിച്ച് തന്നു. അപ്പോൾ അത് ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചതാണ്. നല്ല ക്വാളിറ്റി ആണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ കഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ അനിയൻ്റെ വൈഫ് പറഞ്ഞത് ഇതിനേക്കാളും നല്ല ക്വാളിറ്റി സാധനം, നല്ല ഡ്രീം കേക്കൊക്കെ പുറത്ത് കിട്ടുമെന്നാണ് പറഞ്ഞത്, സിറ്റിയിലൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേനും അതൊന്ന് ട്രൈ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രൈഡേ ആണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഒരുങ്ങി തയ്യാറായിട്ട് പോകുന്നത് ഒരു ഔട്ടിങ്ങിന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ആഴിമല ശിവക്ഷേത്രത്തിലും ചെങ്കൽ ക്ഷേത്രത്തിലും പോകണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെങ്കൽ പോയി, പിന്നെ ആഴിമലയിൽ പോയിട്ടില്ല ഞാനിതുവരേക്കും. എൻ്റെ അമ്മ ഈ രണ്ട് സ്ഥലത്തും പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും കൂടി കൂട്ടി നമുക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയുള്ളൊരു ടാക്സി വിളിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. ഞങ്ങൾ രാവിലെ ഒരു 7 മണിക്കൊക്കെ പോകണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ ഒരുക്കി തയ്യാറാക്കി എടുത്ത് പോകാനൊക്കെ ഒരുപാട് ലേറ്റായി. മാത്രമല്ല മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് എല്ലാവരും റെഡിയായിട്ട് ഇറങ്ങാനായിട്ട് 8 മണി കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിൽ തന്നെ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും പിന്നെ രാവിലെ ഒന്നും കഴിക്കാതെയാണല്ലോ നമ്മൾ ഇറങ്ങിയത്, ഭക്ഷണം ഒന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത്. അപ്പോൾ പോകുന്ന വഴിയിൽ തന്നെ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ശരിക്കും നെയ്യാറ്റിൻകര ക്ഷേത്രത്തിൽ കയറിയതിന് ശേഷം ഭക്ഷണം കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിന് മുന്നേ തന്നെ വിശപ്പായതുകൊണ്ട് തന്നെ ഞങ്ങൾ
ഒരു ചെറിയൊരു തട്ടുകടയിൽ കയറിയിട്ട് ഇടിയപ്പവും കടലക്കറിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നെയ്യാറ്റിൻകര ക്ഷേത്രത്തിലേക്ക് കയറിയത്. അപ്പം ഇതുവഴി പാസ് ചെയ്തിട്ടാണ് നമ്മൾ ചെങ്കലും ആഴിമലയിലും പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നെയ്യാറ്റിൻകരയിൽ കയറും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകാറുള്ളത്. അപ്പോൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കയറി അവിടെ നിന്ന് നേരെ പിന്നെ ചെങ്കലിലേക്ക് വന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും, രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ പോക്ക് ഞങ്ങൾ ക്യാൻസൽ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ പിന്നെ എന്താ, ദൈവത്തിൻ്റെ കാര്യമാണല്ലോ. മാത്രമല്ല നമ്മൾ എന്തായാലും ആദ്യം നമ്മൾ അച്ഛൻ്റെ ഓട്ടോറിക്ഷയിലാണ് പോകാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ഞങ്ങൾ ഒരു ടാക്സി ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ ടാക്സിയിൽ പോയി. വീടിനടുത്ത് തന്നെയുള്ളൊരു അങ്കിളാണ് ടാക്സി ഓടിച്ചത്. അങ്ങനെ ഞങ്ങൾ വന്നതാണ്. പക്ഷേ ശരിക്കും സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ അവർ നെയ്യാറ്റിൻകര ഭാഗമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഒട്ടും തന്നെ മഴയില്ലായിരുന്നു കേട്ടോ. ഒട്ടും മഴയില്ലായിരുന്നു, നല്ല ക്ലൈമറ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെങ്കലിൽ വന്നിട്ട് അവിടുത്തെ ക്ഷേത്രത്തിലേക്ക് കയറി തൊഴുതു. അപ്പോൾ കുഞ്ഞുവാവേനെയും കൊണ്ടാണ് ഞങ്ങൾ കയറിയത്. അതിന് ചുറ്റും നടന്ന് ഞാൻ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചത് മഴ ആയതുകൊണ്ട് അധികം ആൾ കാണത്തില്ല എന്നാണ്. പക്ഷേ ശരിക്കും അവിടെ ചെന്നപ്പോഴത്തേനാണ് മനസ്സിലായത് നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു കൂടുതലായിട്ടും ഉള്ളത്. പിന്നെ മഴയാണെന്ന് കരുതി ഞങ്ങൾ വരാതിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയേനെ. കാരണം ഇതുപോലൊരു ട്രിപ്പിന് എന്തായാലും അടുത്തിടയ്ക്കൊന്നും ഞങ്ങൾ വരത്തില്ലല്ലോ. അതുകൊണ്ടാണ് പോകാൻ തന്നെ തീരുമാനിച്ചത്. പിന്നെ അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി. അമ്മയും കണ്ടിട്ടില്ലല്ലോ ഈ സ്ഥലം. അപ്പോൾ ശരിക്കും ഇങ്ങനെയൊന്നും നല്ല വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ നടന്ന് ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നുകൊണ്ടിരുന്നപ്പോഴത്തേനും ഉണ്ട് മഴ ചാറാനായിട്ട് തുടങ്ങി. പിന്നെ പെട്ടെന്ന് തന്നെ കയറി ഞങ്ങൾ ആ ഒരു ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് തന്നെ മഴ ചാറ് തുടങ്ങിയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എന്തൊക്കെയോ വീഡിയോ എടുത്തിട്ട് ഓടി പോവുകയാണ് ചെയ്തത്. പിന്നെ ഇവിടുത്തെ കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, വന്നിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഇതിനുള്ളിൽ എന്താ ആ ശിവലിംഗത്തിനകത്തേക്ക് കയറുന്നതിന് മുന്നേ തന്നെ അവർ നമ്മുടെ ഫോണൊക്കെ മേടിച്ച് വെച്ചേക്കും. അപ്പോൾ എൻ്റെ നാത്തൂനകത്ത് കയറിയില്ല. അപ്പോൾ അതുകൊണ്ട് അവളുടെ കയ്യിൽ ഞങ്ങളെല്ലാവരും ഫോൺ കൊടുത്തിട്ടാണ് വന്നത്. പിന്നെ കുഞ്ഞിനെയും കൊണ്ടുവന്നില്ല, കാരണം കുഞ്ഞിനെയും കൊണ്ട് കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ നിങ്ങൾ കണ്ടോ മഴ പെയ്യുന്നത്, ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഈ മഴയത്താണ് ഞങ്ങൾ അകത്തേക്ക് കയറിയത്. നാത്തൂനും കുഞ്ഞും പുറത്തിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ശരിക്കും ഞങ്ങൾ പോയിട്ട് തിരിച്ച് വന്നപ്പോഴും ഈ മഴ ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടേയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു, പിന്നെ കുറേ ഫോട്ടോസ് എടുത്തു. കുറേ അധികം ഫോട്ടോസ് ഇത്തവണ ഞങ്ങൾ നാട്ടിൽ പോയപ്പോഴത്തേനും കിട്ടിയായിരുന്നു. അങ്ങനെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ വണ്ടിയിലേക്ക് കയറാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ചെങ്കൽ ക്ഷേത്രത്തിൽ നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും വന്ന് നോക്കണം, അടിപൊളിയാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വെക്കേഷന് വന്നപ്പോഴത്തേനും ഇതുപോലെ ഒരുപാട് ലേറ്റായിപ്പോയി. ഞങ്ങൾ കന്യാകുമാരിയിൽ പോയിട്ട് തിരികെ വരുന്ന വഴിയിലാണ് കയറിയത്. ശരിക്കും നൈറ്റായി. അപ്പോൾ 8 മണിയോ മറ്റോ ആയി. അതുവരെ എന്തോ ആണ് സമയമുള്ളതെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞങ്ങൾക്ക് നേരെ കാണാനൊന്നും പറ്റിയില്ല കേട്ടോ. ജസ്റ്റ് ഞങ്ങൾ ലാസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് പെട്ടെന്നൊന്ന് കയറി കണ്ടിട്ട് ഇറങ്ങുകയാണ് ചെയ്തത്. പക്ഷേ ഇത്തവണ ഞങ്ങൾ എന്തായാലും ശരിക്കും കാണണമെന്ന് വിചാരിച്ച് തന്നെ ഇവിടത്തേക്ക് മാത്രമായിട്ടൊരു ട്രിപ്പ് പോയതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ട് വന്നത് ആഴിമല ശിവക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇതറിയാമല്ലോ, ആഴിമല എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. ഇവിടുത്തെ സ്റ്റാച്ചു തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഗംഗാധരൻ്റെ രൂപമുള്ള ശിവൻ്റെ ഇതാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും പാസ് എടുക്കണമായിരുന്നു. അപ്പോൾ നാത്തൂനകത്ത് കയറിയിട്ടില്ല, ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറിയില്ല. ഞാനും അച്ഛനും അമ്മയും ഹസ്ബൻഡും മോളും കൂടിയാണ് അകത്തേക്ക് കയറിയത്. ഇവിടെയും വന്നപ്പോഴത്തേനും ചെറിയ ചാറ്റൽ മഴയായിരുന്നു കേട്ടോ. നന്നായിട്ട് തിരക്കും ഉണ്ടായിരുന്നു. ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ആണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടുത്തെ ഈ ഇരിക്കുന്ന ക്ഷേത്രം അടച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേനും ഒരു 11:30 എന്തോ ആയി. 11 മണിക്ക് എന്തോ ആണ് ഇവിടുത്തെ ക്ഷേത്രം അടയ്ക്കുന്നതെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ അത് തമിഴ്നാട് സ്റ്റൈലിലുള്ള ക്ഷേത്രം പോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ തൊട്ട് പുറകു ഭാഗത്തായിട്ടാണ് നമ്മുടെ ബീച്ച്. ഇത് വിഴിഞ്ഞം ബീച്ചുണ്ടല്ലോ, അതാണ്. അപ്പോൾ ഇതിന് തൊട്ട് പുറകിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കടൽ കാണാനായിട്ട് പറ്റും. അടിപൊളി വൈബാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഫസ്റ്റ് ടൈം പോയത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു കേട്ടോ. അത് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ട്രിവാൻഡ്രത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മിസ് ചെയ്യാതെ തന്നെ കാണണം. പിന്നെ ദൂരത്തുനിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ അവിടെ സ്റ്റേ ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഹോട്ടൽ റൂംസൊക്കെ കിട്ടും. ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ചേർന്ന് റൂംസൊക്കെ ഉണ്ട് കേട്ടോ. റൂംസൊക്കെ ഉണ്ട്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റേ ചെയ്തിട്ട് നിങ്ങൾക്ക് രാവിലെ വന്ന് തൊഴുത്
പിന്നെ നല്ല ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ സൺറൈസും സൺസെറ്റും ഒക്കെ കാണാനായിട്ട് പറ്റും. പിന്നെ ബീച്ചിൻ്റെ ആ ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് നമുക്ക് ഇറങ്ങി പോകാനായിട്ട് പറ്റും. പക്ഷേ ഇപ്പോൾ മഴ ആയതുകൊണ്ട് അങ്ങോട്ട് കടത്തി വിടുന്നില്ല. അപ്പോൾ എൻ്റെ അനിയൻ്റെ പ്രീ വെഡ്ഡിങ് ഷൂട്ടൊക്കെ ഇവിടെ വെച്ചിട്ടാണ് നടത്തിയത്. അപ്പോൾ നാത്തൂന് എന്നോട് അതൊക്കെ പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു. പിന്നെ ഞങ്ങളവിടെ പോയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞാനിതിൻ്റെ ഷോർട്സൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ളതാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് 1-1:30 മണിയായപ്പോഴത്തേനും ഇറങ്ങി നേരെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി. അപ്പോൾ തമ്പുരാൻ ഹോട്ടലിലാണ് കയറിയത്. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ പേര് നമുക്ക് പറഞ്ഞു തന്നത് ഞങ്ങളുടെ ഡ്രൈവർ അങ്കിളാണ്. അപ്പോൾ അങ്കിളിന് സ്ഥിരമായിട്ട് ഇവിടെ ഓട്ടം വരുമ്പോഴത്തേനും കയറുന്ന ഹോട്ടലാണെന്ന് പറഞ്ഞു. നല്ല ഭക്ഷണമായിരുന്നു. ഞങ്ങൾ ഒരു ആവോലി ഫ്രൈയും പിന്നെ തലക്കറി ഞാനൊരെണ്ണം പറഞ്ഞായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഷെയർ ചെയ്താണ് കഴിച്ചത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. നന്നായിട്ട് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് വരുവാണെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഒരുപാട് ഹോട്ടലുകളുണ്ട് എങ്കിലും ഇതെനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഫുഡൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വിഴിഞ്ഞം പോർട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. തൊട്ടടുത്ത് തന്നെയാണ്. കാരണം എല്ലാം ഒരു റൂട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോർട്ടിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഒരു സമയത്തെന്ന് പറയുന്നത് ക്ലൈമറ്റ് നല്ലതായിരുന്നു കേട്ടോ. ചെറിയ മഴച്ചാറ്റലും നല്ല തണുത്ത കാറ്റുമൊക്കെ അടിക്കുന്ന സമയമാണ്. അപ്പോൾ ഏകദേശം ഒരു 2-2:30 മണിയായപ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അനിയൻ്റെ കുഞ്ഞാണ്. അവനിങ്ങനെ കാറ്റൊക്കെ അടിച്ചപ്പോഴത്തേനും ഉള്ള എക്സ്പ്രഷനാണ് ആ കാണുന്നത്. കുറേ നേരം ഞങ്ങളിവിടെ നിന്നു. ഏകദേശം ഒരു 3 മണിയോളം ഞങ്ങളിവിടെ നിന്നു. എന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചത്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവിടുത്തെ ഹാർബറും. അപ്പോൾ നമ്മുടെ ഡ്രൈവർ അങ്കിൾ പറഞ്ഞു അപ്പോൾ അവിടെ പോയിട്ട് മീനുണ്ടെങ്കിൽ നമുക്ക് ബൾക്കായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേനും മഴ കാരണം കൊണ്ട് ഇപ്പം മീൻ പിടിക്കാനായിട്ട് ആളുകളെ പറഞ്ഞു വിടുന്നില്ല എന്ന് പറഞ്ഞു. ഗവൺമെൻറ് ഇങ്ങനെ സ്ട്രിക്റ്റായിട്ട് നിർത്തി വെച്ചേക്കാണ്. അപ്പോൾ പോയ സ്ഥിതിക്ക് എന്തായാലും അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. മീനിങ്ങനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ചാകര പോലെ നമുക്ക് ഹോൾസെയിലായിട്ട് മേടിച്ച് ബക്കറ്റിലിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ നല്ല റേറ്റ് കുറച്ച് തന്നെയാണ് മീൻ ഇവിടെ കിട്ടുന്നത്. അപ്പോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് മീൻ മേടിച്ചുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യത്തിൽ പോയതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേനും മീൻ പിടിക്കാനായിട്ട് ആളുകൾ ഇറങ്ങാത്തത് കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് എത്തി. പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഒരു 4-5 മണിയായപ്പോഴത്തേനും ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.